ഹായ് എവ്രി വൺ. സോ ഇന്ന് എനിക്കൊരു ടെസ്റ്റിമോണിയൽ ഷൂട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മേക്കപ്പ് വേണം. സിമ്പിളായിട്ടുള്ള മേക്കപ്പ്, ഒരു നോർമൽ സിമ്പിൾ മേക്കപ്പാണ് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങുമായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ അത് ഷൂട്ട് ചെയ്തിടാം. കാരണം കുറേ പേർക്ക് സിമ്പിൾ മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ അറിയാനുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഓർത്തു ഞാൻ സിമ്പിൾ മേക്കപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് എന്താണെന്ന് കാണിച്ചിട്ട് ഒരു വീഡിയോ എടുക്കാം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചേക്കാം. മുടി കെട്ടി വെച്ച് ഓക്കെ, മുടി കെട്ടി വെച്ചു. ഇനി ആദ്യം തന്നെ ഞാനൊരു മോയ്സ്ചറൈസറാണ് ഉപയോഗിക്കുന്നത്. ഞാൻ സെറ്റഫിലിൻ്റെ ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കാറ്. സെറ്റഫിലിൻ്റെ മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസർ ഒക്കെ നന്നായി ചെയ്യണം കേട്ടോ. ഇപ്പം കഴുത്ത് മോയ്സ്ചറൈസ് ചെയ്യാം. ഓക്കെ. അതിന് ശേഷം സൺസ്ക്രീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാനും പണ്ട് ഉപയോഗിക്കത്തൊന്നുമില്ലായിരുന്നു. ഓക്കെ, പക്ഷേ സൺസ്ക്രീൻ ഉപയോഗിക്കാൻ ഞാനൊരു ഡെർമറ്റോളജിസ്റ്റാണ് എനിക്ക് ഇത് പറഞ്ഞത് ഉപയോഗിക്കണം എന്നുള്ളത്. അപ്പോഴത്തേക്ക് അതിന് ശേഷം ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ അത് ഉപയോഗിക്കാൻ തുടങ്ങിയ ശേഷം ഭയങ്കര ചേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ സ്കിൻ ടെക്സ്ചർ ഒത്തിരി മാറും, അങ്ങനെ ഒത്തിരി ഡിഫറൻസസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാനിപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് സൺസ്ക്രീൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 2-3 വർഷമായി കാണും. ഇത് ഇനീഷ്യലി ഇടുമ്പോൾ ഉള്ളൊരു വൈറ്റ് കാസ്റ്റേ ഉള്ളൂ. അത് ഒരു 1 മിനിറ്റ് 2 മിനിറ്റിനുള്ളിൽ അത് പോകും. ഉണങ്ങി കഴിഞ്ഞാൽ ഉടനെ അത് പോകും. 1 മിനിറ്റ് വൈറ്റ് കാസ്റ്റ് എന്ന് പറയാൻ മാത്രമായിട്ട് ഒന്നുമില്ല കണ്ടോ. ഇനിഷ്യലി ഇടുമ്പോൾ ഒരു ഇതുണ്ടാവും, പിന്നെ ഒരു 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അത് തന്നെ സെറ്റിൽ ഡൗൺ ആയിട്ട് പോവത്. പക്ഷേ ഈ സൺസ്ക്രീൻ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഒത്തിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും ഞാൻ നല്ല തിക്കായിട്ട് ഇടാറുണ്ട്. അവർ ആ ഫിംഗർ റൂഡ് കൊടുക്കാറില്ലേ, അതങ്ങനെയാണ് ചെയ്യാറ്. ഓക്കെ ഇതായിരുന്നു കേട്ടോ സൺസ്ക്രീന്. സൺകോട്ടിൻ്റെ സൺസ്ക്രീൻ ആയിരുന്നു. ചെളി പിടിച്ച് ഉപയോഗിച്ച്. അപ്പോൾ ഞാൻ ഇത് രണ്ടും ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ഐ മേക്കപ്പാണ് ചെയ്യാറ് യൂഷ്വലി. അതിൻ്റെ പട്ടി വരയ്ക്കുന്ന കേട്ടോ, ഡോണ്ട് വറി മൈ ഡോഗ് ബാർക്കിംഗ്. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന കൺസീലർ. ഐ മേക്കപ്പ് അല്ല. അപ്പോൾ ഐ മേക്കപ്പിന് ഇന്ന് അധികം ഒത്തിരി ഹെവി ആയിട്ടുള്ളതൊന്നും വേണ്ട, സിമ്പിളായിട്ടുള്ളത് മതി. അപ്പം ഞാൻ അതിന് ഉപയോഗിക്കുന്നത് ഇതാണ്, ലാക്മേയുടെ ഈ ഐ പാലറ്റാണ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് ഏത് കളറാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനാണ് ഇപ്പോഴും. ഇത്രയും കളേഴ്സാണ് ഇതിൻ്റെ അകത്തുള്ളത്. വേറൊരു ഐ പാലറ്റും കൂടെ എനിക്കുണ്ട്. അതിനകത്ത് അത് പക്ഷേ കുറച്ച് ഗ്ലിറ്ററിയാണ് കണ്ടോ, കുറച്ച് കൂടുതൽ ഗ്ലിറ്ററിയാണ്. ഇതാണെങ്കിൽ കുറച്ചുകൂടി കളേഴ്സ് ഉള്ളതാണ്. അപ്പോൾ ഇതാണ് ഇപ്പം ഇന്ന് ഞാൻ ഉപയോഗിക്കണേ. നമുക്ക് ഈ കളർ ചൂസ് ചെയ്താലോ, ഓർ ഇത് വേണോ? എൻ്റെ സംശയമാണ്, ഇത് വേണോ ഇത് വേണോ നമുക്കിത് ചൂസ് ചെയ്യാം അല്ലേ. ഇത് ഓക്കെ, അധികമൊന്നും വേണ്ട, കുറച്ചായിട്ട് മതി. കാരണം ഒത്തിരി നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നാച്ചുറൽ എന്ന് പറയില്ലല്ലോ. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഈ സംഭവമില്ലേ, ഈ കളറില്ലേ, ഈ ഗ്ലിറ്ററില്ലേ, തരിക്ക് ഇങ്ങനെ തൊട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. ഒരു നാച്ചുറലായിട്ടൊരു ഹൈലൈറ്റിങ് വരും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് കൺസീലറിലേക്കില്ലേ, കണ്ണിൻ്റെ ഇത്ര ഞാൻ ചെയ്യുന്നുള്ളൂ. ബാക്കി ഐലൈനറും മസ്കാരയും എല്ലാം ചെയ്തതിന് ശേഷം ഞാൻ ചെയ്യുന്നത്.
അപ്പോൾ ഇനി കൺസീലറിലേക്ക് പോകും. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന കൺസീലർ. ഓക്കെ, ഇത് തീർന്ന് ആക്ച്വലി ഇത് പുതിയ ഒരെണ്ണം മേടിക്കണം. തീർന്ന് ഗൈസ്, കുറച്ച് ദരിദ്രമാണ്. ഇതിങ്ങനെ ഇടാൻ മാത്രം ഇങ്ങനെ ഇല്ല. എനിക്ക് മെയിനായിട്ട് ഞാൻ കൺസീലർ ഉപയോഗിക്കുന്നത് ഒന്ന് ഡാർക്ക് സർക്കിൾസിൻ്റെ, പിന്നെ എനിക്ക് ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ഒരു കാണിച്ചു തരാം. എനിക്ക് ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ഇവിടെ ഇങ്ങനെ കുറച്ച് ഡോട്ട്സ് ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് മറുക് പോലെ വരുന്നതാണ്. അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഡോക്ടറെ കാണിച്ചത് എന്താ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഓർത്ത് അവിടെ കിടക്കട്ടെ, ഒരു ബ്യൂട്ടി മാർക്ക് എന്നുള്ള രീതിയിൽ കിടക്കട്ടെ എന്ന് ഓർത്ത്. അപ്പോൾ അത് ഒത്തിരി ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒരു ചെറുതായിട്ട്. പിന്നെ എവിടെയാണോ കൺസീൽ ചെയ്യേണ്ടത് അവിടെയൊക്കെ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ കൺസീലർ തീർന്നിട്ടുള്ള കളിയാണ് ഈ കളിക്കുന്നത്. ഞാൻ മറ്റേ സംഭവം യൂസ് ചെയ്യാറില്ല കേട്ടോ. മറ്റേ നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡറിൻ്റെ സംഭവമില്ല, അത് യൂസ് ചെയ്യാറില്ല. അങ്ങനെ ഞാൻ കൈ കൊണ്ട് തന്നെ ചെയ്യാറ്. ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യണമെന്നാണ്, പക്ഷെ ഞാനത് യൂസ് ചെയ്യാറില്ല. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം ഇന്നൊരു ഷൂട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, ഫൗണ്ടേഷൻ ഇടാം. ഓക്കെ, അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ ഷെയ്ഡ് കറക്റ്റായിട്ട് കിട്ടിയത് മൈഗ്ലാമിൻ്റെ ഒരു ഫൗണ്ടേഷനാണ്. നോർമൽ എക്സ്പെൻസീവ് മൈഗ്ലാമിൻ്റെ ഇതാണ്. അപ്പോൾ ഇത് എൻ്റെ കറക്റ്റ് ഷെയ്ഡാണ്. കൺസീലർ ആണെങ്കിലും എൻ്റെ കറക്റ്റ് ഷെയ്ഡാണ്. അപ്പം അത്ര ഓടായി നിൽക്കത്തില്ല. അപ്പം ഈ ഫൗണ്ടേഷൻ കുറച്ചെടുക്കുക. കയ്യിലെടുക്കുക. ജസ്റ്റ് നന്നായി മിക്സ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഫേഷ്യൽ ഹെയർ ഉള്ള ആളാണ് കേട്ടോ. അപ്പം ഞാനൊരു ദിവസം ഫേസ് റേസർ ഉപയോഗിച്ചു. അത് ഉപയോഗിച്ചപ്പോഴത്തേക്ക് എനിക്ക് കുരു വന്നു ഒത്തിരി. അതുകൊണ്ട് തന്നെ ഞാൻ ഫേസ് റേസർ ഉപയോഗിക്കാറില്ല. അപ്പം ഞാൻ ഫേഷ്യൽ ഹെയറും കളയാറില്ല. ലേസറൊക്കെ ഇപ്പോൾ ചെയ്യേണ്ടെന്ന് ഓർത്തു, കുറച്ചുകൂടി കഴിയട്ടെ പിന്നെയൊക്കെ ചെയ്താൽ മതി എന്ന് ഓർത്തു. അപ്പർ ലിപ്പും പിന്നെ ത്രെഡ് ചെയ്യും. അല്ലാണ്ട് ഞാൻ ഒന്നും യൂസ് ചെയ്യാറില്ല ഫേഷ്യൽ റേസർ. അതാണ് ഫേസിൽ രോമമുള്ളത് കേട്ടോ. പിന്നെ കഴുത്തിലേക്ക് നിങ്ങൾ ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിക്കൂ. ഓക്കെ അല്ലേ? ഓക്കെ, ഉണ്ടോ? കറക്റ്റ് ഷെയ്ഡായിട്ടാണ് നിൽക്കുന്നത്, ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ, ഇനി നമ്മൾ ബ്ലഷ് ഉപയോഗിക്കുകയാണ്. ഓക്കെ, ഞാൻ എൻ്റെ ഒരു ഓർഡറിലാട്ടോ പോകുന്നത്. എനിക്ക് ചെയ്യുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള ഓർഡറിലാണ് ഞാൻ പോകുന്നത്. ഇങ്ങനെയാണ് ഞാൻ മേക്കപ്പ് ചെയ്യാറ്. തെറ്റുണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ് ഡൗൺ. അപ്പോൾ ഞാൻ ബ്ലഷായിട്ട് ഉപയോഗിക്കുന്നത് എൻ്റെ ലിപ്സ്റ്റിക്ക് തന്നെയാണ്. ഒരു ന്യൂഡ് ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്ക് തന്നെ ഉപയോഗിക്കാറ്, അല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ബ്ലഷ് അല്ല. 3 dots, 3 dots ഞാൻ സ്മഡ്ജ് ചെയ്യാം. ഒരു ഇച്ചിരി കയറിപ്പോയി, റെഡിയാക്കാം. ഓക്കെയല്ലേ? പിന്നെ എൻ്റെ പിന്നെ കാല് പിന്നെന്താണ്? ഓ, ബാക്കിൽ സോഫയിൽ എടുത്തോണ്ടി മൈൻഡ് ആക്കണ്ട ഗൈസ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് ഹൈലൈറ്റർ ഉണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത ബ്ലഷ് കാണിച്ചിട്ടില്ല. ഞാൻ നൈക്കയുടെ ഒരു ലിപ് ഷെയ്ഡാണിത്. നൈക്കയുടെ ലിപ് ഷെയ്ഡാണ് ബ്ലഷായിട്ട് ഉപയോഗിക്കാറ് മിക്ക സമയത്തും. വേറെ ന്യൂഡ് ഷെയ്ഡും കൂടെ ഉണ്ട്, അതും കൂടെയാണ് യൂസ് ചെയ്യാറ്. അടുത്താണ് ഹൈലൈറ്റർ. അത് ഷാമ്പൂൻ്റെ ഹൈലൈറ്ററാണ്. അടിപൊളി ഹൈലൈറ്ററാണ്, ലിക്വിഡ് ഹൈലൈറ്ററാണ്. കണ്ടോ? ലിക്വിഡ് ഹൈലൈറ്ററാണ്. അപ്പോൾ കുറച്ചുകൂടി ജെല്ലായിട്ട് നമ്മുടെ സ്കിന്നിനോട് കിടക്കും.
ഞാൻ ലിക്വിഡ് ഹൈലൈറ്റേഴ്സ് ഉപയോഗിക്കാറ്, ഞാൻ പൗഡേഴ്സ് ഉപയോഗിക്കാറില്ല. എനിക്ക് ലിക്വിഡാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ. പിന്നെ ഞാൻ ഹൈലൈറ്റർ കോളർ ബോൺസിലും തേക്കാറുണ്ട്. ഇങ്ങനെ ഇതാക്കിയിട്ട് കോളർ ബോൺസിൽ തേക്കുക. കുറച്ച് കോളർ ബോൺ ഉണ്ട്, അപ്പോൾ അത് കുറച്ചുകൂടി രസത്തിൽ നിൽക്കും ഇവിടെ കോളർ ബോൺസ് തേച്ച് കഴിഞ്ഞാൽ. കുറച്ചുകൂടി ലൈക്ക് എന്താ പറയുക, കോളർ ബോൺസ് കുറച്ചുകൂടി എടുത്ത് കാണിക്കും നമ്മൾ ഹൈലൈറ്റർ അവിടെ തേച്ച് കഴിഞ്ഞാൽ. ഹൈലൈറ്ററിൻ്റെ മെയിൻ പർപ്പസ് അതാണല്ലോ, ഹൈലൈറ്റ് ചെയ്യുക, നമ്മുടെ ഫീച്ചേഴ്സ് ഹൈലൈറ്റ് ചെയ്യുക. അപ്പം കോളർ ബോണ്ട് അവിടെയും നമ്മൾ തേക്കുന്നു. ഓക്കെ, റെഡിയായി. ഓക്കെ, ഇനി അടുത്തതാണ് മസ്കാര. ലാക്മേയുടെ തന്നെയാണ് മസ്കാര ഞാൻ ഉപയോഗിക്കാറ്. അടിപൊളി മസ്കാരയാണ്, നല്ല തിക്കാണ്. ഞാൻ മസ്കാര മറ്റേ കേളറില്ല അതൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. നമ്മൾ മസ്കാര ഇടുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇങ്ങനെ ആയിപ്പോവും മുഖം. എപ്പോൾ മസ്കാര ഇടാൻ നമ്മൾ ഇങ്ങനെ അറിയാണ്ടാണെങ്കിലും ഇങ്ങനെ ആയിപ്പോവും. മതി, മസ്കാര അവിടെ വെച്ചു. ഇനി അടുത്തതാണ് ഐലൈനർ. ഓക്കെ, ഇതാണ് ഐലൈനർ. ഞാൻ മുകളിൽ മാത്രമേ കണ്ണെഴുതാറുള്ളൂ യൂഷ്വലി. തുറക്കാൻ പറ്റുന്നില്ല. ഞാൻ മുകളിൽ മാത്രമേ കണ്ണെഴുതാറുള്ളൂ യൂഷ്വലി. ഞാൻ താഴെ അങ്ങനെ കണ്ണെഴുതാറില്ല. എനിക്ക് താഴെ കണ്ണെഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും കണ്ണിങ്ങനെ കുഴിഞ്ഞിരിക്കുന്ന പോലെ തോന്നും. അല്ലെങ്കിൽ അങ്ങനത്തെ ഡ്രസ്സപ്പൊക്കെ ചെയ്യണമെങ്കിൽ വല്ലപ്പോഴും ഒക്കെ കണ്ണെഴുതാറുള്ളൂ താഴെ. യൂഷ്വലി എപ്പോഴും ഞാൻ മുകളിൽ, ഇവിടെ കോളേജിൽ പോകണമെങ്കിലും ഒരു ഷൂട്ടാണെങ്കിലും എന്തിനാണെങ്കിലും ഞാൻ മുകളിൽ മാത്രമേ കണ്ണെഴുതാറുള്ളൂ. അല്ലെങ്കിൽ നീഡഡ് ആണെങ്കിൽ മാത്രം താഴെ നമുക്ക് കണ്ണെഴുതാം. ഓക്കെ, ഇത് സിമെട്രിക്കലായി വരിക എന്നുള്ളതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. നമ്മൾ ജീവിത ലക്ഷ്യം നേടിക്കഴിഞ്ഞു ഗൈസ്. ഓക്കെ, ഇടയില്ലേ ഇവിടെ. പക്ഷെ താഴെ എന്നായിട്ടും ഇതാണ് എനിക്കിഷ്ടമല്ലാത്തത്. താഴെ ഇങ്ങനെ വരും കണ്ണിൻ്റെ അവിടെ. ഓക്കെ, ഇനി അടുത്തതാണ് ഫൈനലായിട്ട് ലിപ്സ്റ്റിക്ക്. വേറെ ഒന്നും ഇല്ലല്ലോ ബാക്കി. ഇനി ലിപ്സ്റ്റിക്കിന് മുമ്പ് നമ്മൾ ലിപ്പ് ലൈനർ വെച്ചിട്ട് ലിപ്പ് ലൈൻ ചെയ്തതിന് ശേഷം ലിപ്സ്റ്റിക്ക് ഇടുക. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു കളറാണ് ലിപ്പ് ലൈനർ ചെയ്യുന്നത്. ലിപ്പ് ലൈനർ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്തു. ഓക്കെ, എന്നിട്ട് പിന്നെ ലിപ്സ്റ്റിക്ക്. അപ്പം ഞാൻ ലിപ്സ്റ്റിക്ക് ഇന്ന് ഇടാൻ പോകുന്ന 2 ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ്. ഒന്ന് നൈക്കയുടെ ചായ 18ഉം പിന്നെ ഇതും മനീഷ് മൽഹോത്ര ഈ ഷെയ്ഡും. ഇത് നൈറ്റ് ഓറ. ഓക്കെ, ഇത് രണ്ടും കൂടെ ആദ്യം നമുക്ക് രണ്ടും നൈക്ക ഇതിന് 6 ഇഫ് ഐ എം നോട്ട് റോങ് 599 ആയിരുന്നു റേറ്റ്. ഇതിന് ഇറ്റ്സ് 995. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ നൈക്കയുടെ ഇട്ടിട്ടാണ് പിന്നെ മറ്റേ ഇടുന്നത്. ഇതൊരു ഭയങ്കര ന്യൂഡ് ഷെയ്ഡ്. ഇത് തന്നെയാണ് ഞാൻ ബ്ലഷായിട്ട് യൂസ് ചെയ്തത്, കാരണം നല്ലൊരു ഷെയ്ഡാണ്. കണ്ടോ, പല്ലിലായി. ഞാൻ പല്ലിലായോ നോക്കിയത്. ഈ ലിപ്സ്റ്റിക്ക് തിന്ന് ഞാൻ മരിച്ചു പോകുന്നതാണ് എൻ്റെ അപ്പനമ്മയും പറയാറ്. കാരണം അത്രയും ഇങ്ങനെയാണ്. തുടങ്ങട്ടെ ഒന്ന്. ഇത് ലിക്വിഡാണ് രണ്ടും, ലിക്വിഡ് മാറ്റാണ് രണ്ടും. അപ്പം ലൈക്ക് ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും, നല്ല അടിപൊളിയായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ലൈക്ക് ലോങ് ഡേ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്കിത് ഇട്ടിട്ട് പോകാം. കാരണം ഞാൻ ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിൽ അത്രയ്ക്കൊന്നും പോകാറൊന്നുമില്ല. രണ്ടാമത് ഇതിടുക കേട്ടോ. അടിപൊളിയായിട്ടില്ലേ? കയ്യിലായി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത് സിമ്പിൾ മേക്കപ്പാണ്. ലിപ്സ്റ്റിക്ക് കുറച്ച് എന്നാ പറയുക, കുറച്ച് ഡാർക്ക് ലിപ്സ്റ്റിക്കാണ്. ഞാൻ ഡാർക്ക് ഷെയ്ഡ്സും ഒക്കെയാണ് യൂഷ്വലി ഇടുക, കാരണം എനിക്ക് എൻ്റെ സ്കിൻ ടോൺ ഡാർക്ക് ഷെയ്ഡ്സ് ഇടുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഇതാണ് മേക്കപ്പ്. ഒത്തിരി ഓവറല്ല, ലൈക്ക് ജസ്റ്റ് ഒരു നോക്ക്
എൻ്റെ മുഖത്തെ രോമമൊക്കെ കാണുന്നുണ്ടാവും കേട്ടോ. അതൊക്കെ ഞാൻ എന്ത് ചെയ്യാൻ, എനിക്ക് ഫേസ് റേസർ പറ്റത്തില്ല. ഓർ ഞാൻ യൂസ് ചെയ്ത് രീതി തെറ്റിപ്പോയിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല, എനിക്ക് പറ്റത്തില്ല. കേളി ഹെയർ കെയറിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഗൈസ്. വേറൊരു ഞെട്ടിക്കുന്ന സത്യമുണ്ട്, എൻ്റെ മുടി ഇങ്ങനെയല്ലായിരുന്നു. എൻ്റെ മുടി സ്ട്രെയിറ്റ് ആയിരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒക്കെ. പിന്നെ ബാംഗ്ലൂർ ചെന്ന് എൻ്റെ മുടി മാറിയതാണ് ടെക്സ്ചർ. അതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ കണ്ടത് നിങ്ങൾ ഞെട്ടു. ഇത് മുടി ഒന്ന് പോയി സെറ്റാക്കാനുണ്ട് ഇനി. അത് ഞാൻ പോയി സെറ്റാക്കട്ടെ. എന്തായാലും മേക്കപ്പ് ഡൺ. അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ് ഇന്നത്തെ ഷൂട്ടിനുള്ള നമ്മുടെ മേക്കപ്പ് ഇസ് ദിസ്. ഹോപ്പ് യു ഓൾ ലൈക്ക് ഇറ്റ്. ആൻഡ് എന്തെങ്കിലും ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റിയെന്നോ എന്തെങ്കിലും നിങ്ങളുടെ വ്യൂസ് ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ്. ഞാൻ പോയി വായിച്ചു നോക്കട്ടെ എന്താ സംഭവം എന്നുള്ളത്. ഓക്കെ അടിപൊളി. ഓക്കെ അപ്പോൾ നൈസ്. ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.